ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വലിയ വ്ളോഗർ. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ ഞാൻ ഫുൾ കാർട്ടൂണായിട്ട് കാണാനുണ്ട്. പിന്നെ ഫുൾ കാർട്ടൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കാർട്ടൂണാണ്. ഏതോ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്, ഫേസ് ആപ്പിന് ശേഷം പുതിയൊരു ആപ്പും കൂടെ വന്നിട്ടുണ്ട്. എന്താണ് ടൂൺ ആപ്പ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്നും ആ ഒരു ആപ്പിനെ കുറിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകണം. എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ആപ്പ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അത് ഏത് ആപ്പാണെന്ന് നോക്കാം. ഏത് ആപ്പാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആപ്പിൻ്റെ പേര് ടൂൺ ആപ്പ് എന്നാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ടൂൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ടൂൺ ആപ്പ്. ഓക്കെ, ടൂൺ ആപ്പ് എന്ന് പറയുമ്പോൾ സാധനം വന്നിട്ടുണ്ട്. ടൂൺ ആപ്പ്. ഒരു മിനിറ്റ്. അപ്പോൾ ടൂൺ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പം ലയർ ബ്രീഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാണ് ഈ ഒരു ആപ്പിൻ്റെ ബിൽഡറിൻ്റെ പേരാന്ന് തോന്നുന്നു, ലയർ സ്റ്റുഡിയോ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. എൻ്റെ കുറേ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്യാമറ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ എടുത്തിട്ട് അത് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഇടുന്ന അറിയാമല്ലോ. അപ്പോൾ ക്യാമറ എടുത്തിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, അലോ ടൂൺ ആപ്പ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓവൽ ഷേപ്പിലൊരു സാധനം വന്നു. അയ്യോ, ക്യാമറ ഒന്ന് തുടങ്ങട്ടെ കേട്ടോ. ഓക്കെ, ക്യാമറ തുടച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിക്ക് ചെയ്യാനായിട്ട് പോകണമെങ്കിൽ ഓക്കെ, പുള്ളിക്കാരൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനലൈസ് അപ്പം നമ്മുടെ ഫേസ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. എന്നിട്ട് വി ആർ ഡ്രോയിങ് യു എ കാർട്ടൂൺ. അവർ നമ്മുടെ കാർട്ടൂൺ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുടെ ഫോട്ടോസൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വി ആർ ഡ്രോയിങ് യു എ കാർട്ടൂൺ. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് സമയം എടുക്കും ഈ ഒരു കാർട്ടൂൺ വരച്ചിരിക്കാനായിട്ട്. വരച്ച് തീരുന്നതിന് ശേഷം പറയാം എങ്ങനെയാണ് എൻ്റെ ഫോട്ടോ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം വി ആർ ഡ്രോയിങ് യു എ കാർട്ടൂൺ എന്നാണ് ഇതിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് എടുത്തു ഈ ഒരു സാധനം പ്രോസസ്സായിട്ട് വരാനായിട്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് 599 രൂപ പെർ ഇയറിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പിന് 99 രൂപ പെർ മന്ത് സേവ് 50% എന്ന് പറഞ്ഞ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. ഹൈ റെസൊല്യൂഷൻ കാർട്ടൂൺ, നോ ആർട്സ്, നോ വാട്ടർമാർക്ക്, വീക്ക്ലി ന്യൂ കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെ സ്കിപ്പ് ചെയ്യുമെന്ന്. ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് സൈഡിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. സാധനം സ്കിപ്പ് ആയിക്കോളും. വെറുതെ കാശ് കൊടുത്ത് നിങ്ങൾ വെറുതെ എത്ര പൈസ ഒന്നും കൊടുത്ത് ഈ ഇതൊന്നും വാങ്ങേണ്ട ഒരു കാര്യമില്ല കേട്ടോ. 3 ഡേ ഫ്രീ ട്രയലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പം ഷോയിങ് ആഡ് എന്ന് പറയട്ടെ, ഏതോ ഒരു ആഡ് വന്നു. ആഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ഫുൾ ആഡായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഫുൾ ആഡ് വരും ഇതിൻ്റെ അകത്ത്. അതിനുശേഷം കുറേ കാർട്ടൂൺസ്. ഇത് ഞാനല്ല കണ്ടോ. ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ട് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തൊക്കെയോ വ്യത്യാസങ്ങൾ. എന്തെങ്കിലും ആവട്ടെ. ഇതിൻ്റെ അകത്ത് കുറേ ഫേസസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള കാർട്ടൂൺ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത്, പകുതി കാർട്ടൂൺ ആക്കിയിട്ടുള്ളത്, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടും കേട്ടോ. ഓ ഫ്രീ ട്രയൽ. ബാക്ക് പോട്ടെ. ഇപ്പോൾ ഒരു ആഡ് വരും കേട്ടോ. എപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചാലും അപ്പോൾ ഒരു ആഡ് വരും. ആൻഡിലോട്ടെ എപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചാലും ഒരു ആഡ് വരും. ഇത് കണ്ടിട്ട് ഞാനാന്ന് പറയണ്ട. കണ്ട ഇത് കണ്ട ഞാനാന്ന് പറയില്ല കേട്ടോ. ഇത് കണ്ട വേറെ ആരും എന്ന് പറയുള്ളൂ. അപ്പം തെറ്റ് പറ്റി. എൻ്റെ മുടിയൊക്കെ എത്ര സെറ്റപ്പായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. എൻ്റെ ഇരിക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു ഫേസ് നോക്കാം. ഇത് ഞാനല്ല ഗൈസ്, ആള് മാറിപ്പോയി. എൻ്റെ ഫേസ് ഈ ആപ്പിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഗാലറിയിലുള്ള ഗാലറിയിലുള്ള ഒരു ഫോട്ടോ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ട് അപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലുള്ള കാർട്ടൂൺ, അതായത് നമ്മുടെ തല വലുതായി കാണിക്കുന്ന കാർട്ടൂണില്ലേ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സംഭവം ഒരു ഫോട്ടോ എടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മളെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഫോട്ടോ പെട്ടെന്ന് ഒരു കാർട്ടൂൺ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വലിയ തലയൊക്കെ വെച്ചിട്ട് മറ്റേ അനിമേഷനൊക്കെ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പോയി അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ടൂൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ ഫോട്ടോ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരാൻ അവിടെ വച്ചേക്കാണ്. അപ്പം അത് പ്രോസസ്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം എങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഫോട്ടോ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേറൊരു ഫോട്ടോ നമ്മൾ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം എറേസ് ചെയ്തോളാം. അതായത് നമ്മുടെ ഈ തല ഇത്രയും ഭാഗം മാത്രമേ ഇതിൻ്റെ അകത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതായത് ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് ബാക്കിയതൊക്കെ നമുക്ക് എറേസ് ചെയ്തോളാം. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എറേസ് ചെയ്തോളാം. മേളിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം എറേസ് ചെയ്ത് കളയേണ്ടത് എവിടെയാണോ അവിടെ സെർച്ച് ചെയ്തിട്ട് കുത്തി വരയ്ക്കുക. ഇപ്പം സംഭവം എറേസായി പോകണമെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സമയമെടുത്ത് എറേസ് ചെയ്ത് കളയാം. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് സംഭവം അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഇത് അവിടെ വന്നു. ഇനി നമുക്കിത് നമ്മുടെ ആളുടെ രൂപം കിട്ടി, അതവിടെ കൊണ്ടുപോയി വയ്ക്കുക. നമ്മുടെ തല അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അയ്യോടാ, ചെറിയൊരു സാധനം കളയണ്ടായിരുന്നു, അതുകൊണ്ട് കളയട്ടെ കേട്ടോ. ഓക്കെ, അതും കളഞ്ഞിട്ടുണ്ട്. തന്നെ അപ്ലൈ കൊടുത്തു. അപ്ലൈ കൊടുത്തിട്ട് വീണ്ടും തല വലുതായിട്ട് വന്നു, തല അവിടെ കൊണ്ടുപോയി വയ്ക്കുക. തലത് എവിടെ കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫോട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ വാട്ടർമാർക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുക, അതൊന്ന് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, അത് ക്രോപ്പ് ചെയ്തെടുത്തു. ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് ക്രോപ്പ് ചെയ്യാം, എന്നിട്ട് സേവ് കൊടുത്തു. അപ്പം ആ ഒരു ഫോട്ടോ അവിടെ സേവായി. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ പല രീതിയിലുള്ള സാധനങ്ങൾ കേട്ടോ നമുക്ക് സെർച്ച് ചെയ്യാം. രണ്ടാമത്തേതാ വേറൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം, കുറച്ചുകൂടെ ചെറുതാക്കാൻ. കണ്ടോ, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഫേസ് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെയാണ് നോക്കിയത്. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഇത് വേണ്ട, അടുത്ത് നോക്കാം. നാലാമത്തെ ഇതെന്തൊട്ടത് കുഴപ്പമില്ല. നമ്മൾ നാലാമത്തെ ഇത് വയ്ക്കുകയാണ്. അത് പറ്റു, ഞാൻ അടുത്ത് വെച്ച് നോക്കാം. അഞ്ചാമത്തെ ഫുട്ബോൾ കളിക്കാരനായി ഞാൻ. അത് കുഴപ്പമില്ല അല്ലേ, അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി അടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ടെറിബിൾ 6, 7 പാട്ടുകാരനായി ഞാൻ. എട്ടാമത്തെ നോക്കാം. 8, ഓ മൈ ഗാഡ്, സൂപ്പർമാൻ. ടിങ്, അതും സ്ക്രീൻഷോട്ട് എടുത്തു. 9 ക്രിക്കറ്റ് കളിക്കാരൻ. 10, എയറോപ്ലെയിൻ. അത് കൊള്ളാം. ഓക്കെ, പ്ലെയിനും അതും അടിപൊളിയാണ് കേട്ടോ. അതും നമുക്ക് എനിക്കിഷ്ടപ്പെട്ടു, അത് ഞാൻ സേവ് ചെയ്യണം. അത് ഇനി 11 കൊള്ളാമല്ലോ. ഓക്കെ, നമ്മൾ 11ാമത്തെ അപ്ലൈ ചെയ്തു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യണം, പിന്നെ ക്രോപ്പ് ചെയ്യാം. ഇനി 12ാമത്തെ നോക്കാം. 12ാമത്തെ, എൻ്റെ മോനെ, 12 എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 13, 14 ബീച്ചിലേക്കൊന്ന് ഞാൻ 15 ടെറിബിൾ. 16, സൂംബി. അത് ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ഫോട്ടോ ചെയ്തില്ല കേട്ടോ. 16, 17, ഓക്കെ, അതും ഇഷ്ടപ്പെട്ടു, അത് ഞാൻ സേവ് ചെയ്തു. 17, 18 വേണ്ട, 18 വേണം. 18 വേണ്ട, 19 വേണ്ട, 20, 21. കുറേ അധികം ഫേസസ് ഉണ്ട് കേട്ടോ. 21, 22, സൂപ്പർ ഹീറോ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ട്രൈ ചെയ്തു. അങ്ങനെ ഒരു 32ഓളം മറ്റേ കാർട്ടൂൺസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കുതിര പുറത്തിരിക്കുന്നത് ഞാനാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഓഫീസിലിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാറിൻ്റെ പുറത്തേക്ക് ടാറ്റ കാണിക്കുന്നത്. ബൈക്കിൻ്റെ പുറത്ത് ചീറിപ്പാഞ്ഞ് പോകുന്ന വരണം. പിന്നെ അടുത്ത് MITയുടെ പുറത്തിരുന്ന് പോകുന്ന ഒരു ഫോട്ടോ. അടുത്ത് മസിലുള്ള ഞാൻ. അടുത്ത് ഫുട്ബോൾ കളിക്കാരല്ലേ, ഏതോ ഒരു സ്പോർട്സിൽ കളിക്കുന്നു, പേരെനിക്കറിയില്ല. അത് സൂപ്പർ ഹീറോ ആയ ഞാൻ. പിന്നെ സ്റ്റാറിൻ്റെ അകത്ത് നിൽക്കുന്ന ഞാൻ. അതുപോലെ തന്നെ ചിറകുള്ള ഞാൻ. പിന്നെ പ്ലെയിൻ്റെ പുറത്ത് ടാറ്റ കാണിക്കുന്ന ഞാൻ. സൂപ്പർമാനായ ഞാൻ, ഫുട്ബോൾ കളിക്കാരൻ. ഓക്കെ, അടുത്ത ജെന്റിൽമാൻ. പിന്നെ ഒരു ജെന്റിൽമാൻ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കൂടാതെ വേറെ കുറേ കാർട്ടൂൺസിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഈ ഒരു ടൂൺ ആപ്പിൻ്റെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടൂൺ ആപ്പിൻ്റെ വീഡിയോ, ടൂൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ഒരു കാർട്ടൂൺ ആക്കി മാറ്റിയെടുക്കാം എന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരുമായി കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മല്ലു വ്ളോഗർ സൈനിങ് ഓഫ്.